അപ്പോൾ ഗൈസ് ഞാനിന്ന് രാവിലെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റായി നിന്നു. എല്ലാ ഫോണൊക്കെ ചാർജ് ഫുള്ളാണ്. അതുപോലെ തന്നെ ഞാൻ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടാണ് മൈക്ക് സൗണ്ടൊക്കെ പറയാറ്. അതുകൊണ്ട് ഹെഡ്സെറ്റ് റെഡിയാക്കി എല്ലാം കുത്തി സെറ്റാക്കി വെച്ച് എന്നിട്ട് ട്രൈപ്പോഡ് എടുത്ത് അവിടെ വെച്ചു. ട്രൈപ്പോഡ് എടുത്ത് അവിടെ വെച്ചപ്പോൾ ട്രൈപ്പോഡിൻ്റെ ലെഗ്സ് പൊട്ടി ഗൈസ്. അതെ ഗൈസ്, ട്രൈപ്പോഡിൻ്റെ ലെഗ്സ് പൊട്ടി. അപ്പോൾ ഞാൻ അപ്പാട് വല്ലാത്തൊരു ഷോക്കായിപ്പോയി ഗൈസ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോയാൽ ഭയങ്കര ഇതല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇതൊക്കെ റെഡിയാക്കി നോക്കി. നമ്മളെ രീതിയിൽ തന്നെ നമ്മൾ കുറേ അങ്ങനെ സെറ്റാക്കി നോക്കി. പക്ഷേ ഒന്നും ഒരു വർക്കൗട്ട് ആകുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെ ചെയ്തു. യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ട്രൈപ്പോഡ് റെഡിയായി ഗൈസ്. ട്രൈപ്പോഡ് റെഡിയായി. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു വീഡിയോ ആയിട്ട് എടുത്താലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ട്രൈപ്പോഡിലെ ലെഗ്സ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റെഡിയാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ട്രൈപ്പോഡ് എന്ന് വെച്ചാൽ ട്രൈപ്പോഡ് 3110 എന്നുള്ള ഒരു ട്രൈപ്പോഡാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയതൊരു രണ്ട് മാസമായിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ വാങ്ങിയപ്പോൾ 500 രൂപക്കാണ് ഇത് വാങ്ങിയത്. ഒരു 300 രൂപയിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് മൊബൈൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അധികം ഉപയോഗിക്കുന്ന ഒരു ട്രൈപ്പോഡാണിത്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു സജസ്റ്റ് ചെയ്യുന്നൊരു ട്രൈപ്പോഡല്ല ഇത്. കാരണം ഇത് ഞാൻ ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഇതിൻ്റെ ലെഗ്സും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളൊരു വ്ളോഗിങ് ചാനലൊക്കെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ട്രൈപ്പോഡ് തന്നെയാണ്. കാരണം വലിയ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്നും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതല്ല നിങ്ങളൊരു ടെക് ചാനൽ എന്നെ പോലത്തെ ഒരു ടെക് ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു സിനിമാറ്റിക് ഷോട്ടൊക്കെ അങ്ങനത്തെ ഒരു എടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതിനെ കൊണ്ടൊന്നും കഴിയില്ല. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഒരു പുരേണ്ട ഒരു സ്ഥലത്ത് നിന്ന്, ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് തന്നെ അത് ചെയ്യുന്നതാണെങ്കിൽ അത്യാവശ്യം ഒരു കൂടുതൽ അങ്ങ് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലൊരു ട്രൈപ്പോഡ് തന്നെയാണ്. കാരണം നിങ്ങൾ ഫസ്റ്റ് വാങ്ങുന്നതാണെങ്കിൽ നല്ല ട്രൈപ്പോഡ് തന്നെ വാങ്ങുക. കാരണം ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും, നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ട്രൈപ്പോഡ് കൊണ്ട് വലിയ അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് ഈ ട്രൈപ്പോഡ് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രം. അപ്പോൾ അതേ ഞാൻ പറയുന്നില്ല. നമുക്ക് ട്രൈപ്പോഡിൽ ലെഗ്സ് എങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് എങ്ങനെ റെഡിയാക്കാമെന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ട്രൈപ്പോഡ് ഇതാണ്, കണ്ടില്ല. അപ്പോൾ ഞാനിത് ഒരു സൈഡ് മാത്രമാണ് എൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത്. ഇപ്പം കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടാക്കിയെടുക്കണം ഗൈസ്. അപ്പോൾ ഞാനത് കഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക, കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അത് ഉള്ളിലോട്ട് ഇടുമ്പോൾ അത് വർക്കാവുന്നില്ല. ഞാൻ നേരത്തെ നോക്കിയതാണ്, എന്താണെന്നറിയുന്നില്ല, അതൊരു ഉള്ളിലേക്ക് കയറുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ ഉള്ളിലോട്ട് കയറുന്നില്ല. അതാണ് എൻ്റെ കുഴപ്പം. അപ്പോൾ എന്ത് വലിയ കുഴപ്പമാണെങ്കിലും ഈ ലെഗ്സിൻ്റെ ഈ ഒരു കുഴപ്പമാണെങ്കിലും നിങ്ങൾക്കിത് കഴിയാൻ പറ്റും. ഈ ഒരു ലിവർ ലോക്കുള്ള ഈ ഒരു സംഭവം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഈ ട്രൈപ്പോഡിൻ്റെ ഈ ഒരു ലിവർ ലോക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊരു കൂർമുള്ളൊരു എന്തെങ്കിലും പിന്നോ എന്തെങ്കിലും സാധനം എടുക്കാം. ഞാനിപ്പോൾ ഒരു പെന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആടുള്ളൊരു ആ ഒരു സാധനം നമുക്ക് കഴിച്ചിങ് എടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കത്തെ സൈഡ് എടുത്തിട്ട് ഇഷ്ടം നോക്കി പിടിച്ചു, അതിങ്ങ് അയച്ചെടുത്തു. അത് ഊരിയതിന് ശേഷം അത് ഊരിയാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇളകി വരും. ഞാനിപ്പോൾ ആ ഒരു ലിവർ ലോക്ക് സാധനം ഇങ്ങ് മെല്ലെ കഴിച്ചിങ് എടുത്തു. അത് ഊരിയാൽ തന്നെ ഇങ്ങ് പോരും. അപ്പോൾ അത് ഊരിയാൽ വേറൊരു സാധനം കൂടി ഉണ്ടാവും ഉള്ളിൽ, അതും കൂടി എടുക്കുക. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ നമ്മളെല്ലാം ഊരിയെടുത്തു. അതിനുശേഷം ഇതുപോലെ ഉണ്ടാവും, കണ്ടില്ല. ഇത് അവസാന തെമ്പ് ഉള്ള രീതിയിൽ നിങ്ങൾ എടുക്കുക. ഇങ്ങനെ തെമ്പുള്ള രീതിയിൽ നിങ്ങൾ എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ നമ്മൾ ആ ഒരു ട്രൈപ്പോഡിൻ്റെ ആ ഒരു ലെഗ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഇട്ട് കൊടുത്തു. എന്നിട്ട് തെമ്പുള്ള പോലെ ആ ഒരു സംഭവം ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ വെക്കുക. അതിനുശേഷം നിങ്ങൾ അവസാനം എടുത്ത ഒരു ചെറിയ സാധനമല്ലേ, ആ ചെറിയ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ വന്നിട്ടുള്ള പോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ലിവർ ലോക്ക് സാധനമില്ലേ,
അതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കൈ കൊടുക്കുക. നമ്മൾ നേരത്തെ കഴിച്ച പോലെ തന്നെ. അതിനുശേഷം ഇതാ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു കഴിച്ചെടുത്തിട്ടുള്ള സാധനം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. സംഭവം കഴിഞ്ഞതാ. ഈ കാര്യം കൂടി ആയിക്കോട്ടെ, ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് മുകളിലോട്ട് ആക്കി കൊടുക്കുക. ഒന്ന് ആ ഒരു മുകളിലോട്ടാക്കിയിട്ട് ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉറപ്പായി കാര്യമായിട്ടുണ്ട് ഗൈസ്, സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഒന്ന് കാണിച്ചു തരാം, അത് വർക്കായിട്ടുള്ളത് കാണിച്ചു തരാം ഗൈസ്. കണ്ടില്ലേ? ഇപ്പം ഞാനിതൊന്ന് കഴിച്ചും കണ്ടില്ല, നല്ല ലൂസായിട്ട് ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രൈപോഡ് ലെഗ്സ് കുഴപ്പമുണ്ടെങ്കിൽ, ഏത് ലെഗ്സ് ആണെങ്കിലും ഏത് ലെഗ് ആണെങ്കിലും നമുക്ക് എന്ത് ലെഗ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾക്ക് കഴിച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇത് പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിലൂടെ ഞാൻ എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് എൻ്റെ വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമില്ല. ഞാൻ ഒരു ട്രൈപോഡും പിന്നെ അത് വെക്കാനൊരു കസേലയോ, അതുപോലെ തന്നെ ഒരു ഫോൺ, റെഡ്മി 4ൻ്റെ ഒരു ഫോണാണ്. അത്യാവശ്യം ക്ലിയറൊക്കെ ഉള്ള ഫോണാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പഴയ വീട്ടിലെ ഒരു വാതിക്കൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വലിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റുഡിയോ സെറ്റപ്പും പിന്നെ ഈ ട്രൈപോഡ് റെഡിയാക്കുന്ന ചെറിയ വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളൊരു യൂട്യൂബർ ആയിട്ടുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്, വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.